ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നീയൊക്കെ ഇത് എവിടെയാ? അവര് റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് പോലീസ് വിളിച്ചു പറഞ്ഞു. വേഗം അങ്ങോട്ടേല്ലേ. ഞങ്ങൾ അമ്മയും മോളെ കണ്ടു. നീയൊക്കെ വല്ല തള്ളയുടെ മോളുടെയും പുറകെ നടക്കാതെ വേഗം റെയിൽവേ സ്റ്റേഷനോട്ട് ഇല്ലടാ. അയ്യോ, എനിക്ക് നോക്കിയും കണ്ടൊക്കെ റോഡ് ക്രോസ് ചെയ്യണ്ടേ? എന്തെങ്കിലും പറ്റിയോ? അയ്യോ, നിക്കേ. ഒന്നുമില്ല, ഇത് പിടിച്ചോ. നിങ്ങൾ ഇത്ര അത്യാവശ്യം എവിടെ പോകാൻ വന്നാ? ഞങ്ങള് ഒരാളെ അന്വേഷിച്ച് തിരുവനന്തപുരത്ത് പോവാ. ഇറങ്ങിയപ്പോ ലേറ്റ് ആയി പോയി, ബസ് മിസ്സായി. ഇന്നിപ്പോ എന്തായാലും ഇത്ര ലേറ്റ് ആയില്ലേ? നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പോയിട്ട് നാളെ പോകുന്നല്ലേ നല്ലത്. അയ്യോ, അത് പറ്റില്ല. നാളെ രാവിലെ ഞങ്ങൾക്ക് അവിടെ എത്തണം. ഞാൻ ട്രിവാൻഡ്രത്തേക്കാ. നിങ്ങൾ കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഇനി അങ്ങോട്ടേക്ക് ബസ്സൊന്നും കാണില്ല. ലാസ്റ്റ് ട്രെയിൻ ഇപ്പൊ പോയത്. അമ്മേ, എന്തായാലും ഞാൻ അങ്ങോട്ടേക്കാണല്ലോ. അപ്പോ ഞാനൊരു സഹായം ചെയ്യുന്നു കരുതിയാ മതി. ഇനി ആലോചിച്ച് സമയം കളയണ്ട, നിങ്ങൾ കയറ്. അമ്മേ, ധൈര്യമായിട്ട് കയറുന്നേ. വൈകുന്നേരത്തെ ചീരക്കറി നന്നായിരുന്നു. എപ്പോഴാ തിരുവനന്തപുരത്ത് എത്തുന്നത്? അല്ല, അമ്മ ചോദിക്കാൻ പറഞ്ഞതാ. അല്ല, അമ്മയ്ക്ക് എന്നോട് ചോദിച്ചൂടെ? അമ്മയ്ക്ക് സംസാരിക്കാനാവില്ല. സോറി. പക്ഷേ പറഞ്ഞ അമ്മയ്ക്ക് കേൾക്കാം. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരുന്ന വെളുപ്പിന് അങ്ങ് എത്തും, അല്ലെങ്കിൽ ചിലപ്പോ താമസിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല അമ്മേ. എനിക്ക് ഇടയ്ക്ക് ഉറക്കം വന്നാ ഞാൻ കാർ ഒതുക്കി കുറച്ചൊന്ന് ഉറങ്ങും, അതാ. ഓ, പറയാം. അല്ല, ലേറ്റായ ആളെ കാണാൻ പറ്റില്ലെന്ന് അമ്മ പറയുന്നേ. അതുകൊണ്ട് ഉറങ്ങാതിരിക്കുമെന്ന അമ്മ ചോദിക്കുന്നേ. ഞാൻ ശ്രമിക്കാം. തിരുവനന്തപുരത്ത് ജോലിയാണോ? അല്ല, അമ്മ ചോദിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ശരിക്കും അമ്മ ചോദിച്ചു തന്നെയാണോ ഇതൊക്കെ? അല്ലാതെ ഞാനെന്തിനാ ഇതൊക്കെ അറിയുന്നേ? ഓ, എങ്കി വർക്ക് ചെയ്യുന്നുണ്ട്. എവിടെയെന്നാ അമ്മ ചോദിക്കുന്നേ? ഓ, ഒരു വീട്ടിലാ. ആ, വീട്ടിലോ? വീട്ടിലെന്ത് ജോലി? ആ ജോലിയാ ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്, ഡ്രൈവിംഗ്.
ആ ബെസ്റ്റ് ഡ്രൈവറിന് കിട്ടിയ ട്രോഫി ഇരിക്കുന്നത്. അത്ര നല്ല ഡ്രൈവറാണോ? അതെ, എനിക്ക് ചില പ്രത്യേക തരം ഡ്രൈവിംഗ് അറിയാം. അതെന്താ? ഞാൻ ചിലപ്പോ ഉറങ്ങിക്കൊണ്ടും വണ്ടി ഓടിക്കും. പിന്നെ ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നാ ഉറക്കം വരില്ല, വെളുപ്പിനങ്ങ് എത്തുകയും ചെയ്യാം. സംസാരിച്ചിരുന്ന ഓർക്കം വരില്ലേ? ഇല്ല. ഫ്രണ്ട് സീറ്റിലായിരുന്നെങ്കിൽ ബോറടിയില്ല, ഉറക്കവും വരില്ല. അമ്മേ, അമ്മ ഇപ്പൊ എന്താ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. ഇരിക്കുന്നോ? വേണ്ട, ഞാൻ ഇവിടെ ഇരുന്നോളാം. വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് എങ്ങാനും ഞാനെങ്ങാനും ഉറങ്ങിപ്പോയി ആക്സിഡന്റ് സംഭവിച്ചാ ഈ രണ്ട് പാവങ്ങളും തട്ടിപ്പോവല്ലേ ഈശ്വരാ. കാർ നിർത്ത്, ഏ, ഏ? ഞാൻ ഫ്രണ്ട് സീറ്റിൽ വന്നിരിക്കാം. അതാ നല്ലത്. ഇതൊന്നും അവിടെ വച്ചേക്ക്. ബെൽറ്റ്, സീറ്റ് ബെൽറ്റ് അതിങ്ങനെ ഓക്കെ ഓക്കെ. ഓക്കെ, പോവാം. ഏ, അതെ, ഒരു ചായ കുടിച്ചാലോ? ഹലോ ഹലോ, ഹായ്, ട്രിവാൻഡ്രത്തി. അമ്മേ, അമ്മ വാ. അതെ, അല്ല, ഒരു താങ്ക്സ് പോലും പറയാതെ പോവാണോ? താങ്ക്സ്. എന്നാലേ ഒരു താങ്ക്സ് ഞാൻ അങ്ങോട്ടും പറയാം. എന്തിന്? ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന് സംസാരിച്ചില്ലേ, അതിന്. ചേച്ചി വിളിക്കാം. അയ്യോ, ഇതന്നെ. ഇന്നലത്തെ ഓട്ടത്തിലെപ്പോഴും ഫോൺ കളഞ്ഞു പോയെന്നാ തോന്നുന്നമ്മേ. കൺഗ്രാറ്റ്സ് സാർ. താങ്ക് യു. അർജുൻ സാർ പോയോ? ഇല്ലല്ലോ. എന്താ കാര്യം? ഈവനിംഗ് നടക്കേണ്ട മീറ്റിംഗിലത്തേക്ക് അർജുൻ സാറിന് പ്രസന്റ് ചെയ്യേണ്ട ഫയലാ. ഞാനൊന്ന് നോക്കട്ടെ പോയോന്ന്. 1 സെക്കൻഡ്. സാരല്ല, ഞാൻ കൊടുത്തേക്കാം. ഇങ്ങതാ. ചേച്ചി ലോഡർ വേണോ? ചേട്ടാ, ആ ഫോൺ തരുമോ? ഓ, ഹലോ. ഹലോ ചേച്ചി, ഞാൻ ചിന്നുവാ.
ഞാനും അമ്മയും ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. ചേച്ചി ഇത് വേറൊരാളുടെ ഫോണാ.